ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മുട്ട ബജി എങ്ങനെയാണ് ഹോട്ടൽ സ്റ്റൈലിലുള്ള മുട്ട ബജി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഇത് അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. നമ്മൾ ആദ്യം തന്നെ കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം 200 ഗ്രാം കടലമാവാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ മൈദപ്പൊടി 200 ഗ്രാം ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മളിതിലോട്ട് കടലമാവും മൈദയും രണ്ടും ഒരേപോലെ തന്നെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് 100 ഗ്രാം അരിപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിതിലോട്ട് 100 ഗ്രാം അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കടലമാവും മൈദയും ഒരേ അളവിലെടുക്കുക. അതിൻ്റെ നേർ പകുതി എടുത്താൽ മതി അരിപ്പൊടി ഇട്ടാൽ. ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇതേപോലെ തന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം. ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ തന്നെ കറിവേപ്പില എല്ലാം കൂടി ചതച്ചെടുത്തതാണ്. ഇതിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സ്പൂണിട്ടൊന്നും കുഴച്ചാൽ ശരിയാവില്ല. നല്ലവണ്ണം കൈയായിട്ട് തന്നെ കുഴക്കണം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മിക്സിയുടെ ജാറിൽ വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇതേപോലെ നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്തിട്ട് നമുക്ക് ഈ രീതിയിൽ കിട്ടും. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് കുഴക്കാൻ ബുദ്ധിമുട്ടുള്ളവർ മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുത്താൽ മതി. ഈ ലൂസേ പാടുള്ളൂ കേട്ടോ. ഇനി ഇതൊരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇതിലോട്ട് നമ്മൾ കായം ചേർത്ത് കൊടുക്കണം. കായം ചേർത്ത് കൊടുക്കാൻ മറന്നതായിരുന്നു. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം വേണം റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ. ഇനി നമ്മൾ ചുട്ടെടുക്കുന്ന സമയം കൊണ്ടാണ് ഇതിലോട്ട് അപ്പസോഡ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഓരോന്നായിട്ട് തിളച്ച എണ്ണയിലോട്ടോട്ട് ഇട്ട് കൊടുക്കണം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിലാണ് ഇതുണ്ടാക്കുക. നിങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. നമ്മൾ അടുത്ത വീഡിയോയിലൂടെ വേറെ റെസിപ്പിയുമായി വരും. താങ്ക് യു ഫോർ വാച്ചിങ്.